തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉച്ചസ്ഥായി അടയാളപ്പെടുത്തിക്കൊണ്ട് അവസാന ദിനം പ്രധാന ടൗണുകളിൽ ആവേശകരമായ കലാശക്കൊട്ട് അരങ്ങേറി. മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിൽ UDF, BJP മുന്നണികളുടെ നേതൃത്വത്തിൽ നടന്ന കലാശക്കൊട്ട് ആവേശഭരിതമായിരുന്നു. ഇനി വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള നിശബ്ദ പ്രചരണത്തിന്റെ നിർണായക മണിക്കൂറുകളാണ് ബാക്കിയുള്ളത്. പ്രചരണത്തിന്റെ ഔദ്യോഗിക സമയം അവസാനിക്കുന്നതിന് മുൻപായി മുണ്ടക്കയം ടൗൺ ആവേശത്തിമർപ്പിലായി. പ്രധാനമായും UDF കലാശക്കൊട്ട് സംഘടിപ്പിച്ചത്. വർണ്ണശബളമായ കൊടികളും മുദ്രാവാക്യം വിളികളും ചെണ്ടമേളവും ടൗണിനെ ഇളക്കിമറിച്ചു. സ്ഥാനാർത്ഥികളും അണികളും പരസ്പരം മത്സരിച്ച മുദ്രാവാക്യം വിളിച്ച് തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചു. LDF കലാശക്കൊട്ട് ഒഴിവാക്കി. പകരമായി വാഹന പ്രചരണ ജാഥ മാത്രം സംഘടിപ്പിച്ച് തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. സംഘർഷം ഒഴിവാക്കുന്നതിനായി പോലീസ് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. കാഞ്ഞിരപ്പള്ളിയിലും മുന്നണികളുടെ നേതൃത്വത്തിൽ കലാശക്കൊട്ട് നടന്നു. പേട്ടക്കവല കേന്ദ്രീകരിച്ചായിരുന്നു ഇവിടെയുള്ള ശക്തി പ്രകടനം. പരസ്യ പ്രചരണത്തിന് തിരശ്ശീല വീണതോടെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് സ്ഥാനാർത്ഥികളും മുന്നണികളും കടന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് വോട്ടെടുപ്പ്.